ഹലോ ഫ്രണ്ട്സ്. ഇന്ന് വൈകുന്നേരം എനിക്ക് നന്നായിട്ട് വിശക്കുമായിരുന്നു. അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്താണെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ വൈറലായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബനാന അരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1.5 ബനാന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സ്ലൈസിൽ മുഴുവൻ ഇങ്ങനെ വട്ടത്തിൽ നിരത്തി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെച്ചു. ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഞാൻ ബനാന നിരത്തിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ആട്ടോ ഇന്ന് എനിക്കിത് ഉണ്ടാക്കി തരുന്നത്. അതിന് മുകളിൽ ഒരു കഷ്ണം ബ്രെഡ് കൂടെ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലൂടെ ബനാന വെക്കണമെന്ന് ഓർത്തിട്ട് പിന്നെ ഞാനങ്ങ് ഉപേക്ഷിച്ചു. ഒത്തിരി പൊക്കത്തിലായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് ഉപേക്ഷിച്ചിട്ടോ. കേട്ടോ, ഇപ്പം ഇത്രേ എടുത്തിട്ടുള്ളൂ. ഒരു പീസ് ബട്ടർ ഇട്ട് ഒരു പാനിൽ അതൊന്ന് മെൽറ്റായി വന്നപ്പോഴേക്കും ഞാനിത് വെച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. എന്നിട്ട് അത് നമുക്ക് ബ്രെഡിൻ്റെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ വശയിരുന്ന് മൊരിയട്ടെ. ഒരു സൈഡ് നന്നായിട്ട് മൊരിച്ചു വരുമ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തെ വശവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു കഷ്ണം ബട്ടർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. തിരിച്ചിട്ടു. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി അപ്പുറത്തെ വശത്തൂടെ അതുപോലെ തന്നെ മൊരിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ചൂട് പാൽ തന്നെ ഒഴിച്ചിരിക്കുന്നത്. ഞാൻ ആ തവിയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിൽ 2 തവി ഞാൻ എടുത്തിട്ടുണ്ട്. ആ പാല് ഒഴിച്ചു കൊടുത്തിട്ട് ആ പാല് മുഴുവൻ വറ്റി വരണം. ഞാനിതിലേക്ക് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ആ പാലെല്ലാം ഒന്ന് വറ്റി വരട്ടെ. ഞാനൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഈ പാലങ്ങ് വറ്റിച്ചെടുക്കുകയാണ്. ഈ പാലൊക്കെ വറ്റി വരുന്നുണ്ട്. ഞാനൊന്ന് തുറന്നു നോക്കി എങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം പാലൊക്കെ നന്നായി വറ്റി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് വെക്കാം. ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഹണി മാത്രം തൂകാമെന്ന് വെച്ചേ. അന്നേരം ഞാൻ ഓർത്ത് കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് കഴിച്ച് നോക്കിയാലോ. എന്നിട്ട് മുകളിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചിട്ട്, എല്ലാവരും ഹണി മാത്രം ഇട്ടാണ് കഴിക്കുന്നത്. അന്നേരം എനിക്കിന്ന് ബൂസ്റ്റും കൂടെ ഇടാൻ തോന്നി. ബൂസ്റ്റും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ തിരിക്കുമ്പോഴും പ്ലേറ്റിലേക്ക് എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നെങ്കിൽ താഴെ പോവും, അല്ലെങ്കിൽ ഇത് വല്ലാതെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പൊട്ടിപ്പോവും. വളരെ സൂക്ഷിച്ച് വേണം പ്ലേറ്റിലോട്ട് മാറ്റാനായിട്ട്. കാരണം ഇത് കാണാനൊരു ഭംഗി വേണ്ടേ. ഇതിപ്പോൾ കാണുമ്പോൾ നല്ല ടെംപ്റ്റിംഗ് ആണ്. നമുക്ക് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് ബൂസ്റ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും കാര്യമായിട്ട് ഇച്ചിരി ഹണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ലേ. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ.